തീർച്ചയായും. അനന്തു, എന്താണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം? UDF ക്യാമ്പുകളിലൊക്കെ തന്നെ ആഘോഷ പ്രകടനങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയതാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായും ആദ്യം UDF ക്യാമ്പുകളിൽ വളരെ ശക്തമായ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അതിന് കാരണവുമുണ്ട്. കാരണം വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നിലനിർത്തുന്നുണ്ട്. ഓരോ റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് UDF ക്യാമ്പിൽ ആഘോഷങ്ങൾ വളരെ വലുതാകാനുള്ള ഒരു കാരണം. നമുക്കറിയാം, തുടക്കത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിയപ്പോൾ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 17ാം റൗണ്ടിൽ കരുളായി പഞ്ചായത്ത് എണ്ണുമ്പോഴും ലീഡ് നിലനിർത്തുന്നത് UDF തന്നെയാണ്. നമുക്കറിയാം, ആകെ 9ാം റൗണ്ടിൽ ഈ പോത്തുകൽ പഞ്ചായത്ത് എണ്ണിയപ്പോൾ മാത്രമാണ് 9ാം റൗണ്ടിലും അതോടൊപ്പം 16ാം റൗണ്ടിലും പറയേണ്ടതാണ്. 16ാം റൗണ്ട് കരുളായി പഞ്ചായത്താണ്. കരുളായി പഞ്ചായത്തിലെ ഒരു റൗണ്ടിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജിന് ലീഡ് ചെയ്യാനായത്. അത് വെറും 207 വോട്ടിനും 236 വോട്ടിനുമാണ് രണ്ട് തവണ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജ് ലീഡ് ചെയ്തത്. മറ്റെല്ലാ തവണയും UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് ലീഡ് ഉണ്ടായിരുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 17ാം റൗണ്ട് കരുളായി പഞ്ചായത്തിലാണ് എണ്ണുന്നത്. കരുളായി പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അവിടെ ഷൗക്കത്തിന് 4011 വോട്ടുണ്ട്, സ്വരാജിന് 3741 വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ആകെ ലീഡ് 10752 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി 14 റൗണ്ടിന്റെ കണക്കുകളാണ് വന്നതെങ്കിലും ഇപ്പോൾ അനൌദ്യോഗികമായുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. 17 റൗണ്ടുകൾ പൂർത്തിയായി. ഇനി വരും 2 റൗണ്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് അമരമ്പലം പഞ്ചായത്തും കരുളായി പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ശേഷിക്കുന്നതാണ്. അങ്ങനെ 2 റൗണ്ടുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആ 2 പഞ്ചായത്തുകളും LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 17ാം റൗണ്ടിന്റെ വിവരം കിട്ടുമ്പോൾ UDF ആണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ മാറ്റം ഭൂരിപക്ഷത്തിൽ വരാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF തന്നെയായിരിക്കും വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളൊരു ട്രെൻഡാണ് നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. UDF തന്നെയായിരിക്കും വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ട്രെൻഡ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. നിലമ്പൂരിൽ നിന്നും അനന്തുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കരുളായി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അമരമ്പലം, അതിന് ശേഷം ഇതിന്റെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല.